ഇഡ്ലി കറി ഉണ്ടാക്കാനായിട്ട് 2 സബോള നീളത്തിലരിഞ്ഞത് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞത്, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 എരിവുള്ള പച്ചമുളക് ഇട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 2 തക്കാളി ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഈ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്, ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് ഇത് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ച് വെക്കണം. നല്ലോണം ഞെരടി ഈ നമ്മുടെ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ആ ഫ്ലേവർ ഉണ്ടല്ലോ, അത് തക്കാളിയിലും നമ്മുടെ സബോളയിലൊക്കെ നന്നായിട്ട് പിടിക്കണം. അതേപോലെ ഇത് ഞെരടി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിക്കണം. ഈ 1 ടീസ്പൂൺ കടുകിൻ്റെ ഒപ്പം തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി, സബോള, പച്ചമുളക് കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ചും കൂടെ ഉപ്പിടുന്നുണ്ട്, കാരണം നമ്മളിതൊരു ചാറോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് നല്ലോണം വെള്ളം ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നന്നായിട്ട് തക്കാളിയും സബോളയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പം അതുവരെ നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ട് സബോളയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തിളപ്പിച്ച പാലാണ് ഒഴിക്കുന്നത്. ഇതിനൊരു ചെറു ചൂട് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന തണുത്ത പാലാണെങ്കിലും ഇതിലൊഴിച്ചു കൊടുക്കാം. അതായത് നമ്മൾ പാക്കറ്റ് പാലുണ്ടല്ലോ, തേങ്ങാപ്പാലല്ല കേട്ടോ, പാക്കറ്റ് പാല് തിളപ്പിച്ചിട്ട് തണുപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചൂടോടുകൂടി ചേർക്കേണ്ട, പാല് പിരിഞ്ഞു പോകും. ഈ പാൽ ഒഴിച്ച ഉടനെ തന്നെ തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തണുത്ത പാലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ ഒരു വാം മിൽക്ക് ചെറു ചൂടോട് കൂടിയിട്ടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിന് ഒരു കയ്യിൽ നമ്മളുടെ തക്കാളിയും സബോളയും ഉണ്ടല്ലോ അത് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. അതൊന്ന് കുറച്ച് തണുക്കുമ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഒന്ന് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ അതൊന്ന് തണുത്ത് വന്നപ്പോൾ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ചൂടോടുകൂടെ അരയ്ക്കരുത്, മിക്സിയിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഇത് അതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അതായത് ഒരു 10-15 മിനിറ്റിൽ നമുക്ക് നമ്മളുടെ ഇഡ്ലിക്കുള്ള കറി റെഡിയാക്കാം. അപ്പോൾ ഇനി നമുക്ക് സാമ്പാറിന് പകരം എന്നും സാമ്പാർ വയ്ക്കുന്നതിലും നല്ലതല്ലേ ഒരു സെപ്പറേറ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ എല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞ കറിയാണ്, നല്ല ടേസ്റ്റാണ്. ഇഡ്ലിയുടെ കൂടെ പ്രത്യേകിച്ച് ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇതിന് ഇഡ്ലിക്കറി എന്നാണ് പേര്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.